ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ബെർലിനിലേക്ക് പോകാം. ഇന്ന് നമുക്ക് കാണാൻ പറ്റും നീലാകാശം. 1 സെക്കൻഡ് കേട്ടോ, നീലാകാശമാണ് ഇന്ന് നല്ല തെളിച്ചമുണ്ട്, ചെറിയൊരു വെയിലും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ സൂര്യൻ ഇന്ന് പുള്ളി പുറത്തിറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് സൂര്യനുണ്ടെന്നേ ഉള്ളൂ, 1 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് -3. അതാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ. ഇതാട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം. ഒരു സൈസ് പലഹാരമാണ്. ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ആണോ, നല്ലതാണ് കഴിക്കാൻ. ഇതുപോലത്തെ ഒരു 2 എണ്ണം ആണ് നമ്മുടെ ഉച്ചഭക്ഷണം. നമുക്ക് ഹാനോവറിലേക്ക് വണ്ടി പിടിക്കണം, എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പോകാനായിട്ട്. ഒരു 4:45 തന്നെ നന്നായിട്ട് ഇരുട്ട് കൊണ്ടിട്ടുണ്ട്. നമ്മൾ ബെർലിനിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു 8 മണി 9 മണിയൊക്കെ ആവും കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല എന്താ പറയുക, ഒരു വലിയൊരു സിറ്റിയിലേക്ക് വന്ന പോലെ, വലിയൊരു സിറ്റിയിലേക്കാണ് നമ്മൾ വന്നിറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ വീട്ടിലേക്കുള്ള വണ്ടി പിടിക്കണം. നമ്മുടേത് ഇവിടുത്തെ വീട്ടിൽ മീൻകുളം അല്ല കേട്ടോ, ചെറിയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. ഗപ്പിയാട്ടോ ടാങ്കിൽ. ട്രൈ ചെയ്താ ഇതാണോ? ചുമന്ന അല്ലേ? ഇത് ഗപ്പിയല്ലേ ഈ പോണ? 10:45 നമ്മൾ എഴുന്നേറ്റപ്പോൾ കേട്ടോ. ഇന്നലെ രാത്രി വന്ന് കിടന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു. ജനൽ തുറന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പുറത്തിടാട്ടോ. അതിനാന്ന് വെച്ചാൽ ചാടി പോകത്തില്ല, ഇത് ഇതിനകത്തായിട്ട് കിടന്നോളും. പിന്നെ ഇന്ന് 0 അതുകൊണ്ട് നല്ലൊരു തണുപ്പാണ്. നമ്മുടെ മീനുകളെ എത്ര നാളെ നമ്മൾ മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ടല്ലേ, ഒരു ശകലം തീറ്റയിട്ട് കൊടുത്താലോ. രാവിലെ ഇതിനാരും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പൊടിക്ക് കൊടുക്കാം, പൊടിക്ക്. കാരണം ഇങ്ങനെ കിടക്കുന്നവന്മാർക്ക് അന്യായ വിശപ്പായിരിക്കും, അന്യായ ത്വരയായിരിക്കും തീറ്റ. അതെ കൈ കാണിച്ചപ്പോഴേക്കും മേളി വന്നിട്ട് കേട്ടോ, വന്നിട്ട് തീറ്റ എടുത്തിട്ട് തീറ്റ എടുക്കണം. മീനിന് തീറ്റ കൊടുത്തിട്ട് എത്ര നാളായല്ലേ. നമുക്കിനി പറയണം ആവശ്യത്തിന് തീറ്റ കൊടുത്തു എന്ന്. അത്യാവശ്യം നമ്മൾ ഈ ഭാഗത്തും ശക്കല വിട്ടു. വേറെ കുഞ്ഞൻ വയറ് അറിയാതെ തന്നെ ധാരാളം. ബെർലിനിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയുണ്ടോ രാവിലെ തന്നെ. രാവിലെ ഉച്ച കഴിഞ്ഞു. നമ്മളിത് ഡോണർ കഴിക്കാൻ തീരുമാനിച്ചോ. ഈ ഒരു കടയിലാണെന്നുണ്ടെങ്കിൽ വലിയ ആളുമില്ല, ബഹളമില്ല, അത്യാവശ്യം ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കയറി അങ്ങ് തട്ടാം. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് ചെത്തി എടുത്ത് തരും. ഞാൻ ഈ പ്രാവശ്യം ഡോണർ ബോക്സ് പറഞ്ഞില്ല, അഡീഷണൽ ഡോണർ ബോക്സ് പറഞ്ഞു. ഞാൻ എന്താ ഇതിൻ്റെ ഡുറും പറഞ്ഞു. അതാണ് ടൊമാറ്റോ. Ein bisschen. ഇതാണ് നമ്മൾ മേടിച്ച ഡുറു. ഇത് ഫുള്ള് ചിക്കൻ, പിന്നെ നമ്മൾ പറഞ്ഞ സാലഡ് കാര്യങ്ങളെല്ലാം ഓരോന്നും സെറ്റ് ചെയ്ത് നല്ല എരിവുള്ള സോസ് നമ്മൾ ഒഴിച്ചു. അടിപൊളി നമുക്ക് കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ഡോണർ ബോക്സ്. ഇവളതാണ് മേടിച്ചത്. ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചേക്കാളും ബെറ്റർ ആയിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടുത്തെ അതിലും ബെറ്റർ ആയിരിക്കും അല്ലേ? ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ ഇവിടുത്തെ. അപ്പോൾ ഇത് കണ്ടിട്ട് അതിനൊക്കെ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് പയ്യെ ബെർലിൻ ടൂർ നമുക്ക് ആരംഭിക്കാം.
നമ്മളുണ്ടാക്കി കൊടുത്ത കച്ചവടമാണ് ഗൈസ്. രാവിലെ നമ്മൾ കയറിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഐ ലവ് തൊടുപുഴ കണ്ടിട്ട് ചെയ്തേക്കുന്നതെന്ന് തോന്നാം. ഐ ലവ് ബലി. ഇന്ന് നമുക്കിവിടെ അത്യാവശ്യം തണുപ്പുണ്ട് അല്ലേ. നമ്മളിതേ ഒരു സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറിയേക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം നാട്ടിലെ സ്റ്റുഡിയോയിൽ പോയ പോലെ ഒന്നുണ്ട്. ഇഷ്ടമുള്ള കേസല്ലേ. എന്നാലും നീ റൈഷ നീ സമ്മതിക്കൂല അല്ലേ. എടുത്തോ, കണ്ണും പൂട്ടി എടുത്തോ. മെയ്ഡ് ഇൻ മ്യാൻമർ, അതേപോലെ മെയ്ഡ് ഇൻ ചൈന. ഇമാര് കളിക്കുന്ന കളി ചെറുതല്ല കേട്ടോ. ചുമ്മാ കയറിയത്. ഒരു ടീഷർട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് അങ്ങോട്ട് എടുത്തു. നീ എന്തൊരു സാധനം മേടിച്ചു? ശകലം, ജസ്റ്റ് ഒരു 65 യൂറോ. ഓ, അത് കൊള്ളൂല. ഓക്കെയാണ്, പക്ഷെ 10 യൂറോയ്ക്ക് എടുക്കുമ്പം ഇത് വർത്തായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഓക്കെ ആണ്. ഇതെടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെയും തീർത്തില്ല കേട്ടോ. വീണ്ടും അവിടെ ഇവിടെയും കയറി സാധനങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കട. നമ്മുടെ നാട്ടിൽ നമ്മളൊരു 200 രൂപ കടയിൽ കയറില്ലേ, ആ ഒരു സെറ്റപ്പ്. സാധനം അടിപൊളിയാണ് 10 യൂറോയ്ക്ക്. നമ്മൾ പിന്നെ അതേ ഒരു ഷോപ്പിൽ നിന്നൊരു സോവനീർ മേടിച്ചിട്ടോ. നമുക്കിത് എല്ലായിടത്തും പോകുമ്പോൾ മേടിക്കണം എന്നുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ ആയിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തതാണ്. ഈ സംഭവം ഉണ്ടല്ലോ, ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ലോക പാടാണ്. എന്നാന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് സാധനം ഉണ്ടാവും. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ഇതിൽ നമുക്ക് ഒന്നേ വാങ്ങാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത്. എല്ലായിടത്തും വാങ്ങാനുള്ള അതിനെയാണ്. അപ്പോൾ ഞങ്ങളിത് രാത്രി നനച്ച വണ്ടി കയറുക. എങ്ങോട്ടായിരുന്നു പോകണം? സ്പാൻഡോ പോവാണ്. അവിടെയാണ് ഇവിടുത്തെ മെയിൻ ക്രിസ്മസ് മാർക്കറ്റ് കേട്ടോ. രാത്രി പുറത്തിറങ്ങിയപ്പം മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞോളൂ, ഇവിടുത്തെ മഴയ്ക്ക് ഒരു കരുത്തില്ലല്ലോ. പിന്നെ നല്ല കരുത്തിനാ മഴ. ഇവിടെ ന്യായമായിട്ട് അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്. എറിഞ്ഞിട്ടല്ലോ പോയി. ഇവിടെ ഫുള്ള് ഇതുപോലത്തെ കടകളാണോ. ഇതിപ്പോൾ ഈ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇവിടെ ഒരു അടിപൊളി പുൽക്കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ പയ്യെ തിരിക്കും കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ ഇപ്പോൾ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. പക്ഷെ മഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് അലുത്ത് പോവാ വീഴുമ്പോൾ തന്നെ. ഇത് പക്ക ഒറിജിനലാന്നാ പറയുള്ളൂ അല്ലേ. ഒന്ന് പയ്യൊരു അനക്കം, ഒരു ചെറിയൊരു അനക്കം കൂടി കൊടുക്കണം. എടാ അത് അനങ്ങുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ജീവനുള്ള ഒരു സാധനം. നമ്മളിത് ബ്രാൻഡൻബുർഗ് ടോറിലേക്കാട്ടോ നമ്മൾ നേരെ വരുന്നത്. ഇവിടെയാണ് ബ്രാൻഡൻബുർഗ് ടോർ. അത് ഇവിടുത്തെ ഒരു ഗേറ്റാണ്. കോൾഡ് വാറിൻ്റെ ടൈമിൽ
എന്തോ അന്യായ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. ചരിത്ര പ്രാധാന്യമായ സ്ഥലം, ചരിത്ര പ്രാധാന്യം ഉള്ള സ്ഥലം. ഈസ്റ്റ് ബെർലിന്റെയും വെസ്റ്റ് ബെർലിന്റെയും ഗേറ്റ്, ഈസ്റ്റ് ബെർലിൻ്റെ വെസ്റ്റ് ബെർലിന്റെയും കൂടെ ഗേറ്റ് ആയിരുന്നില്ലേ? ഈ ബെർലിന്റെ ആ, ഈ സാധനം മുറിച്ചേക്കാണ്. ഓ, ബ്രാൻഡൻബുർഗ്. നമ്മളിത് ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു സംഭവം കണ്ടപ്പോൾ ഒരു തെറ്റുകാരൻ. ദേ ഫ്ലാഗ് കണ്ടോ? നമ്മുടെ ഫ്ലാഗാന്ന് ഓർത്ത് പോയി. ദേ കാണുന്ന കേട്ടോ ടോറ്. ഇതൊരു വാക്സ് മ്യൂസിയം കേട്ടോ. 1788 1791 ഇടയിൽ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഫ്രെഡറിക് വില്യം ഈ ഒരു ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കോൾഡ് വാറിൻ്റെ ടൈമിൽ ഈസ്റ്റ് ബെർലിനെയും വെസ്റ്റ് ബെർലിനെയും തമ്മിൽ തിരിച്ചിരുന്നത് ഈ ഒരു ടോറാണ് കേട്ടോ. ടോർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ ഗേറ്റ് എന്നാണ്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ നാസി പ്രൊപ്പഗാണ്ടയുടെ ഒരു സിമ്പലായിട്ട് ഇത് മാറിയിരുന്നു കേട്ടോ. ഹിറ്റ്ലറുടെ ഗവൺമെൻറ് സൈനിക ശക്തിയും പ്രചാരണവും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് അവരിതിനൊരു വേദിയായിട്ട് കണ്ടിരുന്നു. ഇവിടെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേഷനിൽ മൊത്തം ഇതിൻ്റെ കാര്യങ്ങളാണ് മെയിൻലി പറഞ്ഞേക്കുന്നത് കേട്ടോ.